ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകളും വളരെ വിഷമത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് അവഗണന മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളത്. അതായത് എന്താണെന്ന് എനിക്കറിയില്ല, എപ്പോഴും എന്നെ അവോയ്ഡ് ചെയ്യാണ്, എല്ലാത്തിലും എന്നെ ഭയങ്കരമായിട്ട് അവഗണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അതെന്താന്നുള്ളത് എനിക്ക് അറിയില്ല. അത് മാറ്റാൻ ഞാൻ എന്താ ചെയ്യാന്നുള്ളത് പലരും പറയാറുണ്ട്. സോ അങ്ങനൊരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞിരുന്നത്, അത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവഗണന നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവഗണിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. നമ്മൾ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ചെറിയ രീതിയിൽ എങ്ങനെയൊക്കെ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയതുകൊണ്ടായിരിക്കാം അവർ ചിലപ്പോൾ ഒന്ന് വിളിക്കാതിരിക്കുന്നതോ മെസ്സേജ് അയക്കാതിരിക്കുന്നതോ മിണ്ടാതിരിക്കുന്നതോ ഒക്കെ. പക്ഷേ നിങ്ങളത് അവഗണനയാണ്, എന്നെ അവഗണിക്കുന്നതാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പം അങ്ങനെയൊന്നും അല്ലാതെ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ 1-2 ദിവസമൊക്കെ ഇതുണ്ടാവുള്ളൂ, പിന്നെ അത് റെഡി ആവും. പക്ഷെ ഇത് അങ്ങനെയൊന്നല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെയാണ്. അതായത് യാതൊരു രീതിയിലും നിങ്ങളെ വിളിക്കുക, മെസ്സേജ് അയക്കുക, അങ്ങനെ പ്രത്യേകിച്ച് പരിഗണനയൊന്നും തരുന്നില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ ഫീലിങ്സ് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ഒരു ദിവസം ഉള്ളതോ അല്ലെങ്കിൽ ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായതല്ല, കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉറപ്പിക്കുക ശരിക്കും അവർ നിങ്ങളെ അവഗണിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക, അവർ നിങ്ങളെ അവഗണിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു കാര്യം ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരോട് തുറന്നു പറയുക എന്നുള്ളതാണ്. ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, തുറന്നു പറയുക. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കണ്ടാവും കുറേ പ്രശ്നം തുറന്നു പറഞ്ഞാണ്, പക്ഷെ അതിലൊന്നും കാര്യമില്ല എന്നുള്ളത്. നമ്മൾ പറയുന്നതിൽ ചെറിയ രീതിയിൽ മാറ്റം വരുത്താനുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയോ, ഇപ്പോൾ അവരോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, അതായത് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ അവരെ കുറ്റപ്പെടുത്തി പറയുന്ന പോലെയാണ് മിക്ക ആളുകളും പറയാറ്. എല്ലാവരും ഞാൻ പറയുന്നില്ല എങ്കിലും ഒട്ടുമിക്ക ആളുകളും പറയാം അങ്ങനെയാണ്. ഇങ്ങനെ ചെയ്യുന്നില്ല, എന്നെ ജസ്റ്റ് ഒന്ന് വിളിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നില്ലല്ലോ, എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യണത്, അങ്ങനെയായിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക. അത് നിങ്ങളുടെ വിഷമം കൊണ്ടാണ്, എനിക്ക് എത്ര വിഷമാവുന്നുണ്ടെന്ന് അറിയോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ വിഷമം അവരെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ എനിക്ക് എത്ര വിഷമായി എന്നറിയോ എന്നുള്ളതാവില്ല അവര് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടാവുക. നേരെ മറിച്ച് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുന്നതായിരിക്കും. അതായത് അവരെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവർ വിചാരിക്കുക. അപ്പോൾ അവർക്ക് പിന്നെയും ദേഷ്യം കൂടുക ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, കുറ്റപ്പെടുത്തുന്ന പോലെ പറയണ്ട, നേരെ മറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇങ്ങനെ വിളിക്കാതിരിക്കുമ്പോൾ മെസ്സേജ് അയക്കാതിരിക്കുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ എനിക്ക് നിന്നോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ഭയങ്കരമായിട്ട് എന്തോ ഒരു വിഷമമൊക്കെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് പറയാം. അതായത് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ അവരോട് തുറന്ന് സംസാരിക്കുക, അത് വളരെ കൂളായ രീതിയിൽ സംസാരിക്കുക, അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും പറയാതിരിക്കുക. അപ്പൊ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊന്ന് ചെയ്താൽ മതി. അപ്പൊ എന്തായാലും തുറന്ന സംസാരം അത്യാവശ്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതാക്കരുത്. അതായത് പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവൻ എന്നെ സ്നേഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവൾ എന്നെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ, കുഴപ്പമില്ല, ഞാൻ എല്ലാം അങ്ങനെ സഹിച്ചിരുന്നോളാം, കാരണം എനിക്ക് അവൻ അല്ലെങ്കിൽ അവളാണ് വലുത്, അവരുടെ സ്നേഹമാണ് വലുത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്യില്ലേ, ആ ഒരു കാര്യം അതൊരിക്കലും നല്ലതല്ല. നിങ്ങളാണ് ആദ്യം നിങ്ങളെ സ്നേഹിക്കേണ്ടത്. നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായേ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാനുള്ളതല്ല നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോവാം. ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടമാവും. പിന്നെ ലാസ്റ്റ് അവരും നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയും. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഇല്ലാതാക്കുന്നതിനേക്കാൾ നല്ലത് ആ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇല്ലാതാക്കുന്നതാണ്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക. പക്ഷെ ആ ഒരു പേഴ്സണ് നിങ്ങൾ അത്രയും ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ, അതായത് അവർ നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അവർ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ അവർക്ക് നിങ്ങളെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, എപ്പോഴും അവഗണന മാത്രമാണ്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റു പലതും ഇല്ലാതാക്കേണ്ടി വരുന്നു, നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നല്ലതല്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് നോക്കുക, അതായത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഒരിക്കലും കളയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ സഹിച്ചേ പറ്റുള്ളൂ എന്നുള്ള ചിന്ത ഒരിക്കലും നിങ്ങൾക്ക് വേണ്ട. ഇതൊക്കെ സഹിച്ചിരിക്കുക എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. പകരം നിങ്ങൾ കുറച്ചുകൂടി മികച്ച രീതിയിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനു വേണ്ടി ഒന്ന് ട്രൈ ചെയ്യുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ അവരൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന സമയത്ത്
നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവരെന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ മാത്രം ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് വലിയൊരു ലോങ് സ്റ്റോറി എന്ന് പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ രീതിയിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് പറയാം. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണ്, ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ആൻസർ മാത്രം യെസ് ഓർ നോ എന്നുള്ള ഒരു ആൻസറിൽ ഒതുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ മാത്രം നിങ്ങൾ പറയാം. ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് അതൊക്കെ മനസ്സിലാവും, നല്ലതാണെന്നുള്ളത്. പക്ഷെ അങ്ങനെ എല്ലാതൊക്കെ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതായത് എല്ലാ കാര്യവും നമ്മളെക്കുറിച്ച് അവരോട് പറയേണ്ട ആവശ്യമില്ല. കുറേയൊക്കെ അവർക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം. അതാണ് എപ്പോഴും വേണ്ടത്. അതുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഉണ്ട് എന്നുള്ളത് പറയാം. ചിലപ്പോൾ അവർക്ക് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. അതവർ ചോദിക്കട്ടെ, ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. അതല്ലാതെ നിങ്ങൾ ഓവറായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റാം. അതേപോലെ തന്നെയാണ് ഇപ്പൊ അവരുടെ വേർഡ്സും ആക്ഷൻസും ഒക്കെ നിങ്ങൾ നോക്കുക. രണ്ടും ഒരേപോലെ ആണെങ്കിൽ വലിയ പ്രശ്നമല്ല, അവർ നിങ്ങളെ അവഗണിക്കുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതായത് ഇപ്പൊ അവർ തിരക്കാണെന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കാം. അങ്ങനെ വാക്കുകളിൽ അവർ പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര തിരക്കാണ്, ഒരുപാട് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് മെസ്സേജ് ഒന്നും നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഫോണൊന്നും നേരെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് 24 മണിക്കൂറും ഓൺലൈനിലും ആക്റ്റീവായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അയച്ച മെസ്സേജ് കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അങ്ങനെയല്ല, ആളിങ്ങനെ പറയുന്ന പോലെ തന്നെ ആള് ഫോണിലൊന്നും ഓൺലൈനിലും കാണുന്നില്ല, ആക്റ്റീവായിട്ടും കാണുന്നില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് സത്യം ആണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നോക്കേണ്ടത് അവരുടെ വേർഡ്സും ആക്ഷൻസും ഒരേപോലെ ആണോ എന്നുള്ളതാണ്. അല്ല എന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അതായത് അവർക്ക് നിങ്ങളോട് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, അതായത് ഓവറായിട്ട് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓവർ എക്സ്പ്ലനേഷൻ വേണ്ട, നേരെ മറിച്ച് ചുരുങ്ങിയ രീതിയിൽ ആൻസർ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് അവർ നിങ്ങളെ അവഗണിക്കുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിന് ഇൻട്രസ്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാറ്റങ്ങൾ കാണുമ്പോഴാണ് അവർ കൂടുതലായിട്ടും അതായത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവഗണിച്ചു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്നോട് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ ഇരുത്തം മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് അതിൽ കാര്യമില്ല. നേരെ മറിച്ച് ആ അവഗണന മാറ്റാൻ ശ്രമിക്കുക. അതായത് അവഗണന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കുറച്ച് കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവരായിട്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ പരിഗണിച്ച് തുടങ്ങിക്കോളും. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും വേറെ ഒന്നും ചെയ്യേണ്ട, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്താണ് പ്രോബ്ലം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്